നമസ്കാരം. കേരളം ലഹരി മാഫിയ കൈയടക്കിയിരിക്കുന്നു. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ ഇന്ന് മയക്കുമരുന്ന് സുലഭമായി കിട്ടുന്നു. ബ്രൗൺ ഷുഗറും കഞ്ചാവും MDMA പോലുള്ള രാസലഹരികൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ലഹരി മരുന്നുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുന്നു, ഹബ്ബായി മാറിയിരിക്കുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം. ഇന്നലെ തിരുവനന്തപുരം പൂജപ്പുരയിൽ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപമുള്ള വിജയ് മില്ലിൻ്റെ അടുത്ത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടായ അടിപിടി കേസിൽ ഒരാൾ സ്ഥലത്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പോലീസിൽ അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് പൂജപ്പുര സ്റ്റേഷനിലെ SI സുധീഷും സംഘവും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ശ്രീജിത്ത് ഉണ്ണി എന്ന് പറയുന്ന കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഒരാൾ അവിടെ ലഹരി വിപണനം നടത്തുന്നതിനിടയിൽ ഉണ്ടായ ചില തർക്കങ്ങളും അടിപിടി കേസുകളുമായിരുന്നു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഇത് അന്വേഷിക്കുവാൻ വേണ്ടി എത്തിയ SI സുധീഷും സംഘവും ശ്രീജിത്ത് ഉണ്ണിയെ കീഴ്പ്പെടുത്തി പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടയിലാണ് തൻ്റെ അരയിൽ സൂക്ഷിച്ചിരുന്ന കത്തി എടുത്തുകൊണ്ട് SI സുധീഷിന് ശ്രീജിത്ത് കുത്തിയത്. കുത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി അത് തടയുന്നതിനിടയിൽ SIയുടെ വലത് കൈയിലാണ് കുത്തേറ്റത്. 9 സ്റ്റിച്ച് ഉണ്ട് SIയുടെ കയ്യിൽ. SIയുടെ വയറിനെ ലക്ഷ്യമാക്കി തന്നെയാണ് ശ്രീജിത്ത് ഉണ്ണി കത്തിയെടുത്ത് കുത്തിയത്. ഭാഗ്യം കൊണ്ടോ SIയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടോ മാത്രമാണ് അദ്ദേഹം ആ കുത്ത് തടയാൻ സാധിച്ചത്. തൻ്റെ വലത് കൈപ്പത്തിയിൽ കുത്ത് കൊണ്ടതും 9 സ്റ്റിച്ചാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹത്തെ ആദ്യം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കേരളം ലഹരി മാഫിയയുടെ കരാളഹസ്തങ്ങളിൽ അമരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഇന്നലെ തിരുവനന്തപുരം പൂജപ്പുരയിലുണ്ടായ ഈ സംഭവം. ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞ ലഹരി സംഘത്തെ ഒതുക്കുവാൻ വേണ്ടി കേരള പോലീസിൻ്റെയും മറ്റ് ഇതര സന്നദ്ധ സംഘടനയുടെയുമെല്ലാം ഊർജിതമായ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ തന്നെയാണ് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതുപോലുള്ള ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നത്. ഇവരുടെ ആക്രമണത്തിൽ പോലീസുകാർക്ക് വരെ പരിക്കേൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ അതിഭീകരമായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. വളാഞ്ചേരിയിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരിൽ, അതായത് സിറിഞ്ച് ഉപയോഗിച്ച് ബ്രൗൺ ഷുഗർ കുത്തിവയ്ക്കുന്ന സ്വഭാവമുള്ള ആളുകളിൽ 2 മാസത്തിനിടയിൽ തന്നെയാണ് 10 പേരിൽ HIV ബാധിതരായി കണ്ടെത്തിയിരിക്കുന്നത്. എയ്ഡ്സ് HIV പോസിറ്റീവായി 10 പേരെയാണ് 2 മാസത്തിനുള്ളിൽ വളാഞ്ചേരിയുടെ നഗരത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ തന്നെ താരതമ്യേന ചെറിയ ഒരു പ്രദേശമാണ് വളാഞ്ചേരി. ഈ സ്ഥലത്താണ് ലഹരി ഉപയോക്താക്കളിൽ 10 പേരെ HIV പോസിറ്റീവായി ആരോഗ്യ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന കണക്കിൻ്റെ തുടക്കം മാത്രമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് പലരും ലഹരി കുത്തിവയ്ക്കുന്നു. ഒരേ വിപണനക്കാരൻ തന്നെ പലവർക്കും ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചിട്ടുണ്ട്. അത്തരം ആളുകളിൽ നടത്തിയ നിരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ 10 പേർ ആരോഗ്യ പ്രവർത്തകരുടെ നിരീക്ഷണത്തിലുള്ളത്. എന്നാൽ ഇത് 100-ലധികം ആളുകളാകാം എന്ന് തന്നെയാണ് ഈ 10 പേർ നൽകിയിരിക്കുന്ന മൊഴി. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇത്തരം HIV ബാധിക്കുവാനുണ്ടായ ഒരു ഇടപെടൽ എവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ ഉത്തരമാണ് പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും ഞെട്ടിച്ചത്. ഫലത്തിൽ ലഹരിയുടെ കരാളഹസ്തത്തിൽ കേരളത്തിൻ്റെ യുവത പിടഞ്ഞമരുന്നു എന്നുള്ളതിനപ്പുറം ലഹരി ഉപയോഗത്തിലൂടെ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വത്തിലേക്ക് നീങ്ങുമ്പോൾ എയ്ഡ്സ് പോലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കൂടി ഈ തലമുറ അടിമപ്പെടുന്നു എന്ന് പറയുമ്പോൾ ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ഒരു യുവത അല്ലെങ്കിൽ ഒരു തലമുറ തന്നെ അപ്പാടെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് വളാഞ്ചേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ഈ രാസലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും തന്നെ മഹാവിപത്തിന് അടിമപ്പെടുന്നു, അല്ലെങ്കിൽ വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് നടന്നു നീങ്ങുന്നു, ആക്രമണകാരികളാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഇന്നലെ പൂജപ്പുരയിൽ കണ്ടതും. SI സുധീഷിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീജിത്ത് ഉണ്ണി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാൾ ഇപ്പോഴും ഒഴിവിൽ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കേരളം ഇതുപോലെ മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എന്താണ് ഫലപ്രദമായ രീതിയിൽ എന്താണ് ഈ നാടിന് വേണ്ടി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നുകൊണ്ട് ജനം പരിതപിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ എങ്ങനെയാണ് കലാലയങ്ങളിലേക്കും കലാശാലകളിലേക്കും പറഞ്ഞയക്കുക എന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ വിലപിക്കുന്നത്. വീടിനകത്തും വീടിന് പുറത്തും കലാലയങ്ങളിലും ജോലി സ്ഥലത്തുമെന്നും ആരും സുരക്ഷിതരല്ല. ലഹരി വിൽക്കുന്ന ആളുകളുടെ കരാള ഹസ്തങ്ങൾ ഇവരെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് അഡ്വക്കേറ്റ് ജയശങ്കരന് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു.
കേരളത്തിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ ഒരു ഉന്നത മന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പേടിയോടുകൂടി തന്നെയാണ് സാധാരണക്കാർ നോക്കിക്കാണുന്നത്. എന്തായാലും കേരളം ലഹരി മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. ഇന്നലെ തിരുവനന്തപുരം പൂജപ്പുരയിൽ ഒരു SIയെ തന്നെ ലഹരി വിൽക്കുന്ന ഒരാൾ, കാപ്പ കേസിൽ പ്രതിയായ ശ്രീജിത്ത് ഉണ്ണി എന്ന് പറഞ്ഞയാൾ കുത്തിപ്പരിക്കേൽപ്പിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി കേരളത്തിൽ ആരാണ് എവിടെയാണ് സുരക്ഷിതരായിരിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. എന്തായാലും പോലീസും വേണ്ടപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിനെതിരെ നിതാന്ത ജാഗ്രതയോടുകൂടി വർത്തിക്കും. കേരളത്തെ ലഹരി മാഫിയയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കും.